ബീഹാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ചലനം സൃഷ്ടിക്കും? ഒരുപക്ഷെ നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ നിന്നും മാറാൻ ഇത് ബീഹാർ തെരഞ്ഞെടുപ്പിന് കഴിയുമോ? കാരണം മറ്റൊരു സംസ്ഥാനത്തെയും തെരഞ്ഞെടുപ്പിനില്ലാത്ത ഒരു പ്രാധാന്യമാണ് ബീഹാറിനുള്ളത്. പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവിടെ നേരിട്ടത്. സമഗ്ര വോട്ടർ പട്ടിക തന്നെ പ്രധാനമായിട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഈ സാഹചര്യത്തിൽ ബീഹാറിൽ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും? ആദ്യം ചോദിച്ചതിലേക്ക് തന്നെ വരാം. നരേന്ദ്രമോദിയുടെ കസേരയ്ക്ക് എന്തെങ്കിലും ഇളക്കം സംഭവിക്കാൻ കഴിയുമോ? പ്രത്യേകിച്ച് ദേശീയ ജനാധിപത്യ സഖ്യം ബീഹാറിൽ അമ്പെ പരാജയപ്പെടുകയാണെങ്കിൽ, അങ്ങനെ പരാജയപ്പെടുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല, പരാജയപ്പെടുകയാണെങ്കിൽ നിതീഷ് കുമാറിന്റെ പാർട്ടിയും BJPയും തമ്മിൽ അസ്വാരസ്യം ഉണ്ടാവുകയും നിതീഷ് കുമാറിന്റെ 10-12 MP-മാർ പിന്തുണ പിൻവലിക്കുകയും ചിരാഗ് പാസ്വാന്റെ 5 പേർ ലോക് ജനശക്തി പാർട്ടിയുടെ 17 പേരാണ്, ജിതിൻ റാം മാഞ്ചി, ഇതെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ്. ബീഹാറിലെ NDA സംവിധാനം തകരുകയും ഒക്കെ ചെയ്താൽ നരേന്ദ്രമോദി ന്യൂനപക്ഷമാവില്ലേ? ഗവൺമെന്റ് ന്യൂനപക്ഷമാവില്ലേ? എൻ്റെ ഉത്തരം ആവില്ല. കാരണം അതിൻ്റെ പേരാണ് ഒന്നാം തരം മാനേജ്മെന്റ്. ഇപ്പം 240 നിന്നും 273 അകലം ഒരു 33 സീറ്റുകളാണ്. ഈ 33 സീറ്റുകളിൽ 17-18 വരുന്നത് ബീഹാറിൽ നിന്നാണ്. ഇതാണ്. പക്ഷേ ഈ പാർട്ടികൾ പിളരില്ലേ? ഈ പാർട്ടികൾ BJP പിന്തുണ നിതീഷ് കുമാർ പിൻവലിച്ചാലും നിതീഷ് കുമാറിനോടൊപ്പമുള്ള ജനതാദൾ യുണൈറ്റഡിലെ എത്ര MP-മാർ അടിയുറച്ചു നിൽക്കും? ഇനി ഇപ്പോൾ പാസ്വാന്റെ മകൻ, രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് നല്ല നിലയിലാണ്. 29 സീറ്റിലാണ് മത്സരിക്കുന്നത്. നല്ലൊരു നമ്പറാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടി വന്നു. മത്സരിച്ച് ജനതാദൾ യുണൈറ്റഡ് സ്ഥാനാർത്ഥികൾ എവിടെയെല്ലാം മത്സരിച്ചോ അവിടെയെല്ലാം ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി മത്സരിച്ചു. അതിനർത്ഥം എന്താണ്? ലോക് ജനശക്തി പാർട്ടി ജയിച്ചു വന്നില്ല എങ്കിൽ പോലും JDUവിന്റെ സീറ്റ് ഷെയർ കണ്ടമാനം വെട്ടിക്കുറയ്ക്കാൻ ഇപ്പം അത് കഴിഞ്ഞു. അങ്ങനെ BJPക്ക് മുഖ്യ കക്ഷിയായി മാറാൻ കഴിഞ്ഞു. മുഖ്യമന്ത്രി പദം അപ്പോഴും നിതീഷ് കുമാറിന് വെച്ച് നീട്ടേണ്ട ഗതികേട് വന്നു. ഇപ്രാവശ്യം കുറച്ചുകൂടി തന്ത്രപരമായിട്ടാണ് നീങ്ങുന്നത്. BJP പൂർണ്ണമായി ചിരാഗ് പാസ്വാനെ കോൺഫിഡൻസിലെടുത്തു. 101 സീറ്റുകൾ വീതം BJPയും JDUവും മത്സരിക്കുന്നു. 29 സീറ്റുകൾ ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് കൊടുത്തിരിക്കുന്നു. ഉപേന്ദ്ര കുശ്വാഹയുടെ പാർട്ടിക്ക് 6 സീറ്റും അതുപോലെ ജിതിൻ റാം മഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയ്ക്ക് 6 സീറ്റും. അങ്ങനെ സീറ്റ് ഷെയറിംഗ് സാമാന്യ ഭംഗിയായി NDA നടത്തി. ഒരു കാര്യം ഉറപ്പായി മുൻകൂർ പറയാം, JDUവിനേക്കാൾ 101 സീറ്റുകൾ മത്സരിക്കുമ്പോഴും JDUവിനേക്കാൾ വളരെ കൂടുതൽ സീറ്റുകൾ ജയിച്ചു വരാൻ പോകുന്നത് BJP തന്നെ ആയിരിക്കും. ഒന്നുകൂടി പറയാം, മുൻകൂട്ടി പറഞ്ഞു വയ്ക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് ഫലം കഴിയുമ്പോൾ വ്യത്യസ്തമാവും എങ്കിൽ തീർച്ചയായും എന്നെ ആക്രമിച്ചുകൊള്ളൂ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് NDA ജയിച്ചു വന്നാൽ വലിയ വടംവലി ഉണ്ടാവും. BJP കൂടുതൽ സീറ്റുകൾ വിജയിക്കുകയും JDU കുറവ് സീറ്റുകൾ വിജയിക്കുകയും ചെയ്താൽ നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാനാവാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാവും. ആ അന്തരീക്ഷം ആണ് ഇപ്പോൾ സൂചിപ്പിച്ച നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന് ത്രെട്ട് ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം. അങ്ങനെ സംഭവിച്ചാൽ എന്താ സംഭവിക്കുക? നിതീഷ് കുമാർ വല്ലാതെ അങ്ങോട്ട് പിണങ്ങും. നിതീഷ് കുമാറിനോടൊപ്പം നിൽക്കുന്ന MP-മാർ ഇന്ത്യ മുന്നണിയിലേക്ക്, അവർക്ക് അങ്ങനെ ചേരുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇന്ത്യ മുന്നണിയിലായിരുന്നല്ലോ, മാറിയും പറഞ്ഞും ഇന്ത്യ മുന്നണി തന്നെ ഉണ്ടാക്കിയ നിതീഷ് കുമാർ നേതൃത്വത്തിലാണ് എന്ന് ഓർക്കണം. അങ്ങനെ വന്നാൽ BJP ഈ പാർട്ടിയെ, നിതീഷ് കുമാറിന്റെ ലോക്സഭാ കക്ഷിയെ പിളർത്തിയെടുക്കാനുള്ള എല്ലാ സാഹചര്യവും ഞാൻ മുൻകൂട്ടി കാണുന്നു. അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യത ഇല്ല എന്നാണ് ഇത്രയും വലിയ മുഖവരിയോടുകൂടി ഞാൻ പറഞ്ഞത്. നിതീഷ് കുമാറിന്റെ ട്രാക്ക് അത്തരത്തിലായതുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയം. നിതീഷ് കുമാറിനെ BJP കടഞ്ചിന് വിശ്വസിക്കുന്നില്ല, ഇന്ത്യ മുന്നണിയും വിശ്വസിക്കില്ല, ആരും വിശ്വസിക്കില്ല. പക്ഷേ നിതീഷ് കുമാറിനെ വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട് ബീഹാറിൽ. അത് മറ്റാരുമല്ല, യാദവ് ഇതര OBC-കൾ, കുർമി കൊയ്ലി വിഭാഗങ്ങളും യാദവ് ഇതര OBC-കളും എല്ലാം അവരുടെ പൊളിറ്റിക്കൽ ആവിഷ്കാരം, ഇവർക്കൊക്കെ ഒരു സോഷ്യലിസ്റ്റ് ടിഞ്ച് ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ. ഇപ്പോൾ അതൊക്കെ മാറിപ്പോയി. ബീഹാറിൻ്റെ ഒരു സോഷ്യലിസ്റ്റ് പശ്ചാത്തലമാണ്. അത് ലാലു പാർട്ടി
RJD ആകട്ടെ, ജനതാദൾ യുണൈറ്റഡ് ആകട്ടെ, മറ്റ് പാർട്ടികളാകട്ടെ എല്ലാം തന്നെ ഒരു സോഷ്യലിസ്റ്റ് മൂറിങ്ങിലാണ് വരുന്നത്. ഒറിജിനൽ ജനതാ പാർട്ടി, പിന്നീട് ജനതാദൾ, ഇതെല്ലാം ബീഹാറാണ് അതിൻ്റെ പ്രഭവ കേന്ദ്രം. ജയപ്രകാശ് നാരായണൻ്റെ ഒക്കെ ആ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഒരു മണ്ണ് കൂടിയാണ് ബീഹാർ എന്ന് ഓർക്കണം. അതുകൊണ്ട് അവർക്ക് BJPയിലേക്ക് നേരിട്ട് പോകാനാവില്ല. അങ്ങനെ പോയവരുണ്ട്, എല്ലാവർക്കും പോകാനാവില്ല. അതുകൊണ്ട് ഒരു സ്പേസ് അവിടെ ഉണ്ട്. ആ സ്പേസിലേക്ക് ഇറങ്ങി നിൽക്കാൻ നോൺ യാദവ് OBC മുസ്ലിങ്ങൾക്കും കൂടി സ്വീകാര്യമാകുന്ന ഒരു മുഖമാണ് നിതീഷ് കുമാർ. മുസ്ലിങ്ങൾ അങ്ങനെ എതിർക്കുന്നില്ല. മുസ്ലിങ്ങളുടെ പിന്തുണ കൂടുതലും ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി അല്ലെങ്കിൽ തേജസ്വി യാദവിൻ്റെ പാർട്ടിയായ രാഷ്ട്രീയ ജനതാദളിനായിരിക്കാം. പക്ഷേ നിതീഷ് കുമാർ ഈസ് എ യൂസ്ഫുൾ പൊളിറ്റിക്കൽ സ്പേസ്. ആ ഒരു സ്പേസിലേക്ക് ഇറങ്ങി നിൽക്കാൻ നിതീഷ് അല്ലാതെ മറ്റാരുമില്ല. ലാലുവിന് ഇറങ്ങി നിൽക്കാനാവില്ലല്ലോ. അതായത് ചിരാഗ് പാസ്വാൻ ദളിത് സ്പേസിലേക്കാണ് ഇറങ്ങി നിൽക്കുന്നത്, അല്ലേ? യാദവ് മുസ്ലിം ഇടത്തേക്കാണ്, അത് 36-37% വരും വോട്ട്, അവിടേക്കാണ് ഇറങ്ങി നിൽക്കുന്നത് തേജസ്വി യാദവ്. അതോടൊപ്പം തന്നെയാണ് കോൺഗ്രസും. ഇവിടെ കോൺഗ്രസും RJDയും തമ്മിൽ ചില തർക്കങ്ങളുണ്ട്. സീറ്റ് തർക്കം മാത്രമല്ല, സീറ്റുകൾ 59 സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കോൺഗ്രസ് 59 സീറ്റുകൾ, കഴിഞ്ഞ പ്രാവശ്യം 70 സീറ്റിൽ മത്സരിച്ച് നാണം കെട്ടൊരു ടാലിയാണ് 19 സീറ്റിൽ. RJD മെച്ചപ്പെട്ട സീറ്റ് ടാലിയാണ് അവർക്കുണ്ടായത്. വലിയ കക്ഷിയായി 75 സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി RJD. അവർ മത്സരിച്ചതിൻ്റെ സ്ട്രൈക്ക് റേറ്റ് മെച്ചമാണ്, കോൺഗ്രസിന് വളരെ മോശമാണ്. ഇപ്രാവശ്യം കോൺഗ്രസ് ബലം പിടിച്ചു. ജയിക്കുന്ന സീറ്റുകൾ വേണം, എണ്ണമല്ല, വിജയ സാധ്യതയുള്ള സീറ്റുകൾ വേണമെന്ന വാശി പിടിച്ചു. കുറേയൊക്കെ അത് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് വേണം കരുതാൻ. ഇപ്പോൾ സീറ്റ് ഷെയർ കംപ്ലീറ്റ് ആയി. 1ാം ഘട്ട നാമനിർദ്ദേശ പത്രിക കൊടുക്കേണ്ട സമയമാണിത്. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥിതിഗതികൾ കോൺഗ്രസും RJDയും തമ്മിൽ മുസ്ലിം വോട്ടിന് വേണ്ടി ഒരു ചെറിയ തർക്കമുണ്ട്. കാരണം മുസ്ലിം വോട്ട് യഥാർത്ഥത്തിൽ RJDയുടെ കുത്തകയാണ്. ബീഹാറിൽ, ഉത്തർപ്രദേശിൽ മുലായം സിംഗിന്റെ പാർട്ടിയുടെ, അഖിലേഷ് യാദവിന്റെ, സമാജ്വാദി പാർട്ടിയുടെ കുത്തകയാണ്. അവിടേക്കാണ് രാഹുൽ ഗാന്ധി കണ്ടിറങ്ങുന്നത്. സ്വന്തം മുന്നണിയിൽ തന്നെ രാഹുൽ ഗാന്ധി വിശ്വസിക്കുന്ന മുസ്ലിം ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഒരു മുസ്ലിം ജനസാമാന്യത്തെ വലിയ തോതിൽ ആകർഷിക്കുന്നു എന്നൊരു പരിഭവം അത് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പം രാഹുൽ ഗാന്ധി ഒരു വലിയ ഫാക്ടറാണ്. മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെടാൻ കോൺഗ്രസിലേക്ക് ഗാൽവനൈസ് ചെയ്യപ്പെടുന്നു എന്നൊരു ചിന്ത RJDക്കുണ്ട്. അതുകൊണ്ട് ഈ BJP എങ്ങനെയൊക്കെ ജനതാദൾ യുണൈറ്റഡിനെ താഴെയാക്കാൻ ശ്രമിക്കുന്നു, അതേപോലെ തന്നെ ഇപ്പുറത്ത് ഇന്ത്യ മുന്നണിയിൽ RJD കോൺഗ്രസിൻ്റെ ടാലി എത്രത്തോളം കുറയുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. രണ്ടിടത്തും വെട്ടിനിരത്തുകളുടെ അദൃശ്യമായ വെട്ടിനിരത്തുകളുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ. അപ്പോൾ ഈ ഒരുപക്ഷെ BJPക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ കഴിയുന്ന തരത്തിൽ കാര്യങ്ങൾ മാറ്റിയെടുക്കട്ടെ. അങ്ങനെയാണ് കാര്യങ്ങൾ. ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നിർണായകമായ ഭൂരിപക്ഷം ലഭിക്കുകയും BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആവുകയും ചെയ്താൽ ഇപ്രാവശ്യം BJP മുഖ്യമന്ത്രി എന്നൊരാശയം തെരഞ്ഞെടുപ്പിന് ശേഷം ഉയരും എന്നാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. അവിടെ എന്തെങ്കിലും തരത്തിൽ നിതീഷ് കുമാർ പിടിമുറുക്കുമോ? നിതീഷ് കുമാർ തീർച്ചയായും വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തും. നിതീഷ് കുമാർ കേന്ദ്രത്തിലെ MP-മാരെ വെച്ചിട്ടാണ് വിലപേശാൻ പോകുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി സൂചിപ്പിച്ചത്, ഒരു പിളർപ്പ് അഭിമുഖീകരിക്കേണ്ടി വരും. കാരണം അമിത്ഷാ എന്ന രാഷ്ട്രീയ ചാണക്യനാണ് കാര്യങ്ങൾ നീക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മഹാരാഷ്ട്രയിലും മറ്റിടങ്ങളിലും വിജയിച്ച തന്ത്രം ബീഹാറിൽ വിജയിക്കില്ല എന്നൊന്നും പറയാനാവില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, NDA മുന്നണി അവിടെ ജയിച്ചു വന്നെങ്കിൽ മാത്രമേ ഇതിനെല്ലാം പ്രസക്തിയുള്ളൂ. അങ്ങനെയല്ല, ഇന്ത്യ സഖ്യമാണ് അവിടെ മഹാഗഠബന്ധൻ ജയിച്ചു വന്നാൽ തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകും. അതിനെതിരെ ഒരു ശബ്ദം ഉണ്ടാവില്ല. കോൺഗ്രസ് അംഗങ്ങൾ പൂർണ്ണമായി പിന്തുണ കൊടുക്കും. കോൺഗ്രസ് ദുർബലമായിരിക്കും. പകുതി സീറ്റിൽ താഴെ ജയിക്കാൻ സാധ്യതയുള്ളൂ. 59 സീറ്റിൽ പകുതി സീറ്റിൽ താഴെ മാത്രം ജയിക്കാനേ സാധ്യത ഇപ്പോൾ കാണുന്നുള്ളൂ. കാരണം അങ്ങനെയാണ് വിലപേശൽ നടക്കുന്നത്. വിജയസാധ്യത പൂർണ്ണമായിട്ടുള്ളതെല്ലാം RJD എന്ന മുഖ്യ കക്ഷി നേരിട്ട് എടുക്കുകയാണ്. വിജയസാധ്യത ഇല്ലാത്ത സീറ്റുകളാണ് പൊതുവേ. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയാണ്. കോൺഗ്രസിൻ്റെ സ്ട്രൈക്ക് റേറ്റ് മോശമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ജയിക്കാവുന്ന സീറ്റുകളിലല്ല അവർ മത്സരിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ്, അല്ലാതെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മോശമായതുകൊണ്ട് മാത്രമല്ല. ഈ ഇന്ത്യ മുന്നണി അപ്പം നിതീഷ് കുമാറിൻ്റെ ഓരോ ചലനവും വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. കാരണം മോദിയെ എങ്ങനെ മറിച്ചിടാം എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയും ആഗ്രഹിക്കുന്നത്. ആത്യന്തികമായി ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്ന, ഇന്ത്യ മുന്നണി എന്നൊന്ന ഒരു സങ്കല്പം മാത്രമാണ്. പൂർണ്ണമായി ഇന്ത്യ മുന്നണി എന്നത് ഇപ്പോഴും കൺസോളിഡേറ്റഡ് അല്ല. ഈ മമതാ ബാനർജി എത്രത്തോളം ഇന്ത്യ മുന്നണിയാണ്, അരവിന്ദ് കെജ്രിവാളിന് എങ്ങനെ ഇന്ത്യ മുന്നണി എന്ന് പറയാനൊക്കും? ഇതൊരു BJP സ്പേസ്, പൊളിറ്റിക്കൽ സ്പേസിൽ ഒരുമിച്ച് കൂടിയ ഒരു കൂട്ടം കക്ഷികളാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ചിന്ത എന്താണ്? ബീഹാറിൽ
യാദവ പാർട്ടികൾ ഒന്നേ ഉണ്ടാകാവൂ, അല്ലെങ്കിൽ OBC പാർട്ടി ഒന്നേ ഉണ്ടാകാവൂ. അത് രാഷ്ട്രീയ ജനതാദൾ ആയിരിക്കും. നിതീഷിന് ശേഷം ആ സ്പേസിലേക്ക് നിൽക്കാൻ മറ്റാരുമില്ല, ആ തലപ്പൊക്കമുള്ള മറ്റ് നേതാക്കളില്ല എന്നതാണ് വളരെ വലിയൊരു വിപത്ത്, അല്ലേ? നോൺ യാദവ് OBCകളെ നയിക്കാൻ തക്ക ഒരു നേതാവില്ല. മറ്റ് നേതാക്കളെല്ലാം ഉണ്ട്. ഉപേന്ദ്ര കുശ്വാഹ ഉണ്ട്, രാമലാൽ, ഇവരൊക്കെ മറ്റ് ഓരോരോ ജാതികളെയും ഉപജാതികളെയും ഒക്കെ നയിക്കാൻ. ജാതി രാഷ്ട്രീയം മാത്രമാണല്ലോ ബീഹാറിൽ. ആ ചട്ടിയിൽ ഈ പരിപ്പേ വേകൂ. എല്ലാ പരിപ്പും വേവുന്നൊരു ചട്ടിയല്ല ബീഹാറിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചട്ടി. അതുകൊണ്ടാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് ഒരു യാദവ്, മുസ്ലിം, നോൺ യാദവ്, OBC എല്ലാം ചേർന്ന ഒരു സ്പേസ്. അതിപ്പോൾ ഉട്ടോപ്യനായി തോന്നാം, പക്ഷെ അതൊരു സോഷ്യലിസ്റ്റ് സ്പേസ് കൂടിയാണ്. ആ സ്പേസിലേക്ക് കോൺഗ്രസും ഈ യാദവ, നോൺ യാദവ, OBC, മുസ്ലിം ഇടങ്ങളും കൂടെ ചേരുമ്പോൾ BJPക്കെതിരെ, BJP ഒരുപക്ഷെ വികസന വോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേശീയത, വികസനം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ BJP വേഴ്സസ് ദ റെസ്റ്റ് എന്ന നിലയിലാണ് BJP ഇതിൽ പോകുന്നത്. കാരണം BJP ആണ് ബീഹാറിൽ ഏറെ നേട്ടമുണ്ടാക്കിയ രാഷ്ട്രീയ കക്ഷി. ഈ അടുത്ത സമയത്ത് മുഖ്യമന്ത്രി പദത്തിലെത്താൻ കഴിഞ്ഞിട്ടുമില്ല. രാഷ്ട്രീയ ജനതാദളിന്റെ ശക്തിയെ കുറച്ച് കാണുന്നില്ല കേട്ടോ. അത് എന്നും ശക്തമാണ്. എക്കാലത്തും RJD അതിശക്തമാണ്. യാദവർ ഒരിക്കലും RJDയെ വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോയിട്ടില്ല. അത് വളരെ ശക്തരായ വിഭാഗമാണ് RJD അല്ല, യാദവ് വിഭാഗം. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്ക് ലഭിക്കുന്ന അചഞ്ചലമായ പിന്തുണ യാദവരുടേത്. അവിടെ BJP കടന്നു കയറാനായിട്ടില്ല. ചെറിയ തോതിലുള്ള യാദവ് ഫേസുകളേ ഉണ്ട്. ഇവിടെ സീറ്റ് ഷെയറിങ്ങിന്റെ പൂർണ്ണ ചിത്രം വെളിയിൽ വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഇപ്രാവശ്യം ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് പയറ്റിയ ഒരു തന്ത്രമുണ്ട്. എല്ലാ ഫേസുകളും യാദവ് ഫേസ് ആയി കഴിയുമ്പോൾ ഒന്നുകിൽ യാദവ് അല്ലെങ്കിൽ മുസ്ലിം. എന്താ സംഭവിക്കുക? വേറെ മറ്റ് യാദവരോ മുസ്ലിങ്ങളോ അല്ലാത്ത ഒരാൾ പോലും ഈ കാൻഡിഡേറ്റ്സിന് വോട്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്ത്രപരമായി മറ്റ് OBCകളെ, അവരാണ് കൂടുതൽ എണ്ണം. യാദവരെക്കാളും കൂടുതൽ OBCകൾ ഉള്ളത് നോൺ യാദവ് OBC ടുഗെദർ, മോർ ദൻ യാദവ് നമ്പേഴ്സാണ്. അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ ഇപ്രാവശ്യം തേജസ്വി യാദവ് ഇറക്കിയിട്ടുണ്ട്. അല്ല എങ്കിൽ കളിപ്പാടും. കോൺഗ്രസും അങ്ങനെയുള്ള മുസ്ലിം ഫേസുകളുടെ എണ്ണം കുറച്ചു കൊണ്ടുവരികയും, അല്ലെങ്കിൽ മുസ്ലിം പാർട്ടി എന്ന രീതിയിൽ ഒരു ലേബൽ മാത്രമേ ഉണ്ടാകൂ. അതാണ് ഇന്ത്യ മുന്നണിയുടെ ബീഹാറിലെ തുറപ്പിച്ചിട്ട്. ഈ കാസ്റ്റ് കോയലീഷനെ ഒന്ന് പൊളിച്ചെടുക്കുക, തങ്ങൾക്ക് അനുകൂലമാക്കുക. അപ്പോഴും പിടി യാദവ് മുസ്ലിം വിഭാഗത്തിൽ തന്നെ ആയിരിക്കും. അങ്ങനെയാണ് ബീഹാറിലെ പോക്ക്. അതുകൊണ്ട് കേന്ദ്രത്തിൽ ബീഹാറിന്റെ ഫലം എന്തു തന്നെയായിരുന്നാലും ഇന്ത്യ മുന്നണി ജയിച്ചു വരുന്നു എന്ന് കരുതുക, ചെറിയ ഭൂരിപക്ഷത്തിൽ. ഓക്കെ, ആന്റി ഇൻകംബൻസി 20 വർഷത്തെ നിതീഷ് കുമാർ ഭരണത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്ത് അത്രയുമേ കണക്കാക്കൂ. അതുകൊണ്ട് കേന്ദ്രഭരണം താഴെ പോവുകയൊന്നുമില്ല. ഇനി NDA ജയിച്ചു വരുന്നു എങ്കിൽ BJPയുടെ മുഖ്യമന്ത്രി ഉണ്ടാവും എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ചിന്ത. അല്ല എങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ, അത് സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല, പക്ഷേ അത് പറഞ്ഞു വെക്കുന്നു, നിതീഷ് കുമാറിന്റെ പാർട്ടിക്കും BJPക്കും ഏതാണ്ട് തുല്യ സീറ്റുകൾ ലഭിക്കുന്നു. അങ്ങനെയെങ്കിൽ നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി പദത്തിൽ തുടരാൻ സാധിക്കും. ഈ 3 ഓപ്ഷൻസാണ് ബീഹാർ നമ്മുടെ മുമ്പിൽ നൽകുന്നത്. അപ്പോഴും നരേന്ദ്രമോദിയുടെ ഇരിപ്പിടം ഡൽഹിയിൽ ഭദ്രമായിരിക്കാനാണ് സാധ്യത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.